സലിം ഉള്ളത് പൂജപ്പുര സെൻട്രൽ ജയിലിന് മുന്നിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പ്രവർത്തകർ എത്തിത്തുടങ്ങിയിട്ടുണ്ടോ? എപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങും എന്നതിന്റെ എന്തെങ്കിലും സൂചനയുണ്ടോ? അനുജ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP അല്പസമയം മുൻപ് ഈ ജയിലിൽ എത്തിയിരുന്നു. അങ്ങനെ വലിയ നിലയിൽ ഒരു ആവേശകരമായ ഒരു സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടെ നിന്ന് നൽകുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പദ്ധതിയിടുന്നത്. വൈകുന്നേരം 6 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാരൊക്കെയും തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ തന്നെ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിന്റെ ഭാഗമായി സംസ്ഥാന നേതാക്കന്മാരൊക്കെ തിരുവനന്തപുരത്തുണ്ട്. ആ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കൂട്ടി അതിന് നേതൃത്വം നൽകുക ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ആയിരിക്കും. BV ശ്രീനിവാസ് നേരിട്ട് ഇവിടേക്കെത്തി വലിയ നിലയിൽ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കുക, ഒരു സ്വീകരണം നൽകുക എന്നുള്ളതാണ് നിലവിലെ പദ്ധതി. അതിനായി ഓരോ പ്രവർത്തകരായി ഇവിടേക്ക് ഇപ്പോൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും നിലവിൽ ഇവിടേക്ക് എത്തുന്നതും നമുക്ക് കാണാൻ കഴിയും. അല്പസമയം മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിയപ്പോൾ പറഞ്ഞിരുന്നത് ഹിറ്റ്ലറും മുസോളിനിയും നാണിച്ചു പോകുന്ന നിലയിലുള്ള പെരുമാറ്റമാണ് പിണറായി വിജയന്റേത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല 24നോട് പ്രതികരിച്ചതും ആ നിലയിലായിരുന്നു. അത് ഒരു രാഷ്ട്രീയ വിജയത്തിന് അപ്പുറത്തേക്ക് ഒരു നീതിയുടെ വിജയമാണ് എന്നുള്ളതാണ്. സർക്കാരിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണം, കാര്യങ്ങൾ തിരുത്തണം എന്നുള്ളതും രമേശ് ചെന്നിത്തല പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പരമാവധി ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനും ഒപ്പം തന്നെ ജാമ്യം റദ്ദാക്കാനുമായി പരമാവധി ശ്രമങ്ങൾ പോലീസും സർക്കാരും നടത്തി. പക്ഷേ നീതി അല്പം വൈകിയാലും അത് തന്നെ വിജയിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുലിന്റെ ജാമ്യം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആ വിധത്തിലാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും പ്രതികരണം നടത്തുന്നത്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നിലയിലുള്ള ഒരു വിജയം, അത് രാഷ്ട്രീയ വിജയം എന്ന നിലയിലും നിയമ പോരാട്ടത്തിന്റെ വിജയം എന്ന നിലയിലുമൊക്കെ ഈ കേസിനെ അടയാളപ്പെടുത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. കാരണം 14 ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് മുൻപേ തന്നെ രാഹുലിനെ ജാമ്യത്തിൽ പുറത്തിറക്കാൻ കോൺഗ്രസിന് നിയമ പോരാട്ടത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിനെ 14 ദിവസമെങ്കിലും ജയിലിൽ ഇടണം എന്നുള്ളത് പോലീസിന്റെ ഒരു അജണ്ടയാണ് എന്ന് കരുതും വിധമായിരുന്നു പോലീസിന്റെ പെരുമാറ്റം. പ്രത്യേകിച്ചും ഇന്നലെ ഈ രണ്ട് കേസിൽ ജാമ്യം ലഭിച്ചപ്പോൾ തന്നെ മ്യൂസിയം സ്റ്റേഷനിലും കന്റോൺമെന്റ് സ്റ്റേഷനിലും മറ്റ് 2 കേസുകൾ കൂടി രേഖപ്പെടുത്തി അതിലെ ഒഫീഷ്യൽ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പരമാവധി കേസുകൾ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെയും എല്ലാത്തിലും ജാമ്യം ലഭിച്ചുകൊണ്ടാണ് രാഹുൽ പുറത്തേക്ക് ഇറങ്ങുന്നത്. 4 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചു. അല്പസമയത്തിനകം ഒരുപക്ഷെ 6 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് എന്നുള്ളതാണ്. വലിയ സ്വീകരണം ഒരുക്കാൻ കാത്തിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ദേശീയ അധ്യക്ഷൻ ശ്രീനിവാസ് ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തും. ഇപ്പോൾ പ്രവർത്തകർ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്ന വിവരമാണ് സലിം മാലിക് നൽകിയത്.